ലെനിൻ്റെ പ്രതിമ തകർക്കുന്ന ആ ചിത്രം കണ്ടപ്പോൾ വിഷമം തോന്നി. അതിനേക്കാൾ വിഷമം തോന്നിയത് ആ തകർക്കുന്നത് കണ്ടിട്ട് ആഹ്ലാദിക്കുന്ന, കയ്യടിക്കുന്ന, ആക്രോശിക്കുന്ന ആളുകളുടെ പെരുമാറ്റം കണ്ടിട്ടാണ്. റഷ്യയിലാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോഴാണ് റഷ്യ തകർന്നത്. റഷ്യയിൽ ഒരുപാട് ആളുകൾ, നേതാക്കൾ പോയി. എല്ലാവരും സ്വർഗമാണെന്ന് വിധിയെഴുതി. അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ലോകത്തോട് പറയാൻ അവർക്ക് സാധിച്ചില്ല. ഒരുപക്ഷെ കെ ദാമോദരനായിരിക്കാം റഷ്യയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അല്പമെങ്കിലും പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ കുറ്റവും അവസാനം ഗോർബച്ചേവിലേക്ക് എത്തുകയാണ്. ഗോർബച്ചേവിനെ കുറ്റം പറയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഹിറ്റ്ലറെ തോൽപ്പിക്കാൻ വേണ്ടി ജീവത്യാഗം സഹിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ലോകം, ആ ലക്ഷക്കണ മനുഷ്യരുടെ അനുഭവ സമ്പത്ത്, പോരാട്ട വീര്യം എങ്ങനെയാണ് ചോർന്നു പോയത്? ഇത്ര കാലമായിട്ടും അവിടെ പിന്നെ തിരിച്ചു വരാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം എന്നെ എപ്പോഴും അലട്ടുന്നുണ്ടായിരുന്നു. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മാർക്സിസ്റ്റ് ചിന്താധാരയിലൂടെ കണ്ടെത്തുകയും പരിഹാരം കണ്ടെത്താനും കഴിയും എന്നൊരു ധാരണ പരത്തുന്നതിൽ ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കും പ്രസ്ഥാനത്തിനും കാര്യമായി പങ്കുവച്ചിട്ട് വിജയിച്ചിട്ടുണ്ട്. ആ ധാരണയിൽ തന്നെയാണ് ഞാനും. പക്ഷേ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. റഷ്യ തകർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിൽ വാജ്പേയി ഭരണം വരുന്നത്. ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. EMSനെ പോലെ ആളുകൾ തകർന്ന ഒരു ദിവസമായിരുന്നു വാജ്പേയിയുടെ BJP അധികാരത്തിൽ വന്നത്. അത് കഴിഞ്ഞ് ബംഗാളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായി ബംഗാൾ തകരുകയാണ്. ആ നന്ദിഗ്രാമിൻ്റെ പ്രശ്നമെല്ലാം രൂക്ഷമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴും അതിനെ സംസ്കരിക്കുന്ന നേതൃത്വം പിന്നീട് ഇതുവരെയായിട്ടും മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ത്രിപുരയിൽ BJPക്കാരും മറ്റു സംഘങ്ങളും തല്ലി തകർത്ത ഓഫീസ് കെട്ടിടങ്ങളുടെ കല്ലെടുക്കാൻ, ഇഷ്ടിയെടുക്ക് പെറുക്കി വയ്ക്കാൻ ധൈര്യം ഇല്ലാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത ഒരു സമൂഹമായി പ്രസ്ഥാനം മാറുന്നു എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കുന്നു. അത് അനുഭവത്തിൽ നിന്ന് നാം വിമർശനവും പറയാറുണ്ട്. ഇത് നശിക്കാൻ പാടില്ലാത്തതാണ്. മനുഷ്യൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടാൻ തലവരെയല്ല, മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നതാണ്. മനുഷ്യർ ബുദ്ധിപൂർവം, വിവേകപൂർവം ശ്രമിച്ചാൽ ഈ ഭൂമി സമത്വസുന്ദരമായ ലോകം മാറ്റാൻ പറ്റും എന്ന് നമുക്ക് കാണിച്ചു തരികയും അതിനുവേണ്ടി നിങ്ങൾ ഓരോ തുള്ളി ചോരയും കൊടുക്കുമ്പോൾ അത് 1000 പേർ ആയി ഏറ്റുപാടുകയും നിങ്ങൾക്ക് കിട്ടാനുള്ളത് പുതിയ ലോകമാണെന്നും മനുഷ്യൻ എന്ന വാക്ക് എത്ര സുന്ദരമായ പദമാണെന്നും അന്യൻ്റെ വാക്ക് സംഗീതം പോലെ ആസ്വദിക്കുന്ന ലോകം എത്ര സുന്ദരമാണെന്നും നാം സ്വപ്നം കാണുകയാണ്. അതൊരു സ്വപ്നം മാത്രമല്ല. വാസ്തവത്തിൽ മനുഷ്യനായി ഉയരുമ്പോൾ, മനുഷ്യനായി ഉയർന്ന് സകല കാര്യങ്ങളും ചിന്തയും സമത്വത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു പോകുന്നതാണ്. അല്ലെങ്കിൽ മനുഷ്യനാവുകയില്ല തന്നെ. ഏറ്റവും നല്ല സ്നേഹമുള്ള മനുഷ്യൻ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അന്യൻ്റെ വാക്ക് സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ആൾക്ക് യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ അത് പറയാൻ പറ്റാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ ഇലക്ഷൻ കാണിക്കുന്നത്. നിരന്തരമായി നമ്മൾ സംസാരിക്കുകയും ഇതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കണമെന്ന് പറയുമ്പോഴും പാർശ്വവർത്തികളും അതുപോലെ തന്നെ സ്തുതിപാഠകരാൽ ചുറ്റപ്പെട്ട് നേതാക്കളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ ധൈര്യമില്ലാതെ തങ്ങൾക്ക് കിട്ടേണ്ട ലാഭത്തെക്കുറിച്ച്, തങ്ങൾക്ക് കിട്ടേണ്ട പദവികളെക്കുറിച്ച്, സ്ഥാനത്തെക്കുറിച്ച് ഒക്കെ താല്പര്യപ്പെടുകയും അതിനുവേണ്ടി മിണ്ടാതിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പലപ്പോഴും പറയും, ക്രൂഷ്ചേവിനോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ അന്ന് എതിർത്തില്ല എന്ന് പറയുമ്പോൾ ക്രൂഷ്ചേവ് പറഞ്ഞ മറുപടി, ഇവിടെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല എന്ന് പറയുന്ന അവസ്ഥ
ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ ആന്തരികമായ ഒരു വൈരുദ്ധ്യമുണ്ട്, ആന്തരികമായുള്ള ഒരു പിശക്കും കൂടിയാണ് കാണിക്കുന്നത്. ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു നിരാസം അവിടെ കിടപ്പുണ്ട്. ആ ഈ നിലവിലിരിക്കുന്ന സമ്പ്രദായങ്ങളിൽ, സംഘടനാ രീതിയിൽ അതും കൂടി പരിഹരിക്കപ്പെടേണ്ടതാണെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഒരു നല്ലൊരു നേതാവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്യാദി വിമർശനങ്ങൾ ഉൾക്കൊള്ളുകയും, പക്ഷേ ഒരു ചീത്ത നേതാവ് ഈ വിമർശനങ്ങളെ വൈരാഗ്യമായി കാണുകയും അവൻ അവസാനിപ്പിക്കാനും ഈ സംവിധാനം വെച്ച് ചെയ്യാൻ കഴിയുമെന്നാണ് നമുക്ക് ഇന്നലെ വരെ ചരിത്രം കാണുന്നത്. അതുകൊണ്ട് നല്ല ആശയങ്ങളായിരിക്കാം അവ നടപ്പിലാക്കാൻ ഈ സംവിധാനത്തിൽ ഇത്തരം പുഴുക്കുത്തുകൾ ഉണ്ടാകുമ്പോൾ ആ പുഴുക്കുത്തുകളെ ചോദ്യം ചെയ്യും തോൽപ്പിക്കാനുള്ള ബോധമാണ്, അവബോധമാണ്, തിരിച്ചറിവാണ് സാധാരണ പ്രവർത്തകർക്കുണ്ടാവേണ്ടത്. അതില്ലാതെ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നാം കാണുന്നത്. അങ്ങനെ ഇല്ലാതെ പോയാൽ ഒരു CPM-നാണോ നഷ്ടം എന്നാണ് ചോദ്യമെങ്കിൽ അല്ല, ഇന്ന് മാനവരാശിക്കാണ് നഷ്ടം എന്നാണ് ഞാൻ പറയുക. അതുകൊണ്ട് ഈ സമയത്തെങ്കിലും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ത്രിപുരയുടെ കാര്യം പറഞ്ഞു, അങ്ങനെ നാം കടന്നു വരികയാണ്. ആരോ പറഞ്ഞ പോലെ നിങ്ങളെ അന്വേഷിച്ച് വരുമ്പോൾ നിങ്ങൾ സോഷ്യലിസ്റ്റ് അല്ല എന്ന് പറയും, കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയും, അതല്ല ഇതല്ല എന്ന് പറയും. അവസാനം നിങ്ങളെ തേടി വരുമ്പോൾ പ്രതിഷേധിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ അരികിലേക്ക് പതുക്കെ കടന്നു വരികയാണ്. ഇത് BJP-യുടെ സാധാരണ പ്രവർത്തകർ ശത്രുക്കളാണോ എതിരാളികളാണോ ക്രൂരന്മാരായതുകൊണ്ടല്ല. അത് ഒരു സിദ്ധാന്തത്തിൻ്റെ പിടിവലത്തിൽ, സിദ്ധാന്തത്തിൻ്റെ ഉൾക്കാമ്പിൽ, അല്ലെങ്കിൽ ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ തോക്കിൽ നിന്ന് ഉണ്ടകളായി മാറുന്ന മനുഷ്യർ പിന്നീട് അപകടം വിതയ്ക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന കലാപം. ഈ കലാപം കേരളത്തിലും ഉണ്ടാകും, അതിവിദൂരമാകും. അതാണ് സത്യം. ഇപ്പോൾ ഞാൻ തിരിച്ചു വരാം. കേരളത്തിൽ ഇടതുപക്ഷം 10 വർഷം ഭരിച്ചിട്ട് പിൻവാങ്ങുമ്പോൾ ദയനീയമായിട്ടാണ് പിൻവാങ്ങുന്നത് എന്നുള്ളതാണ്. എന്തു തന്നെ പറഞ്ഞാലും അത്ര വലിയ അഴിമതിയോ അത്ര വലിയ കെടുകാര്യസ്ഥയോ പറയാൻ സാധിക്കില്ല. കാര്യമുണ്ട്. ഈ ബസ്സിൽ യാത്ര ചെയ്ത് ജനങ്ങൾ രാജാക്കന്മാരെ പോലെ കേരളത്തിൻ്റെ അങ്ങോളമങ്ങളും സഞ്ചരിക്കുന്ന കേരള യാത്രയും അതുപോലെ പലവിധ ദൂർത്തും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഒരുപാട് കേന്ദ്രത്തിൻ്റെ അവഗണന നിലനിൽക്കുമ്പോഴും സ്വന്തമായി വരുമാന മാർഗം ഉണ്ടാക്കാൻ കിഫ്ബിയെ പോലെ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. അങ്ങനെ വിവിധ രീതിയിൽ മാറിയിട്ടുണ്ടെന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് മാറണമെന്ന് ആഗ്രഹിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട്. പലരും പല രീതിയിൽ പറയുന്നുണ്ട്. എൻ്റെ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ജയശങ്കറിൻ്റെയും അതുപോലെ തന്നെ പലവിധ ആളുകളുടെയും എല്ലാം കേട്ടു. ശ്യാംകുമാറും ഒക്കെ കേട്ടു, സ്വരാജിൻ്റെയും കേട്ടു, വാസ്തവത്തിൽ നമ്മുടെ സുനിത ദേവദാസിൻ്റെയും കേട്ടു. വാസ്തവത്തിൽ എൻ്റെ നേരനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ ധാർഷ്ട്യം എന്നുള്ളത് കേൾക്കാൻ, മറ്റൊരു വാക്ക് കേൾക്കാൻ സാധിക്കാത്ത രീതിയിൽ ഉള്ള പെരുമാറ്റം ജനങ്ങളെ വെറുപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ. ഒന്നതാണ്. രണ്ടാമതൊന്ന്, ഇടതുപക്ഷക്കാരാണ് ഈ തോൽവിക്ക് പ്രധാന ഉത്തരവാദികളായിട്ടുള്ളത്. അത് തെറ്റെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ പ്രാവശ്യം കൂടി കയറി കഴിഞ്ഞാൽ ഈ അഴിമതിയും ധിക്കാരും കൂടുകയും അത് സമ്പൂർണ്ണ നാശത്തിലേക്ക് ഇടതുപക്ഷത്തെ കൊണ്ടെത്തിക്കും എന്നൊരു ധാരണ, അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്നുള്ള ധാരണ ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആര് വോട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ ഇടതുപക്ഷം വോട്ട് ചെയ്യരുത് എന്നിരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ ഉണ്ട്. അവരുടെ വോട്ടിൻ്റെ ബലം കൊണ്ടാണ് ഇതിൽ ഇത്രമാത്രം തകർന്നടരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ലെനിൻ്റെ പ്രതിമ തല്ലുടയ്ക്കുമ്പോൾ അട്ടഹസിക്കുന്ന ജനങ്ങളെ കുറിച്ച് കേട്ട് അത്ഭുതപ്പെട്ട പോലെ തന്നെ ധർമ്മടത്ത് ആദ്യ റൗണ്ടുകൾ പിണറായി വിജയൻ താഴേക്ക് പോകുന്നുണ്ട്. വിഷമം ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ടായിപ്പോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായിരുന്നില്ല. അവസാനം 6ാം റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ ഒന്ന് ജീവൻ വെച്ചത്. ഇതൊരു സൂചനയാണെന്ന് തോന്നലെങ്കിലും ഉണ്ടാവണം. ആ തോന്നലില്ലെങ്കിൽ വീണ്ടും ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള മറുപടികളുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നേതാക്കളെ തിരസ്കരിച്ച് പ്രവർത്തകർ തെരുവിലിറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ സ്ഥാനമോഹനങ്ങളല്ല, സൊസൈറ്റിയിലെ കടം വീട്ടുന്ന പ്രശ്നങ്ങളല്ല, സൊസൈറ്റി ലോൺ കിട്ടുമെന്ന് ആലോചിച്ചിട്ടല്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് ജോലി കിട്ടുമെന്ന് ആലോചിച്ചിട്ടല്ല, നിങ്ങൾക്ക് വാർഡ് മെമ്പറാവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് മനുഷ്യർ, ചരിത്രത്തിൽ അറിയപ്പെടാത്ത മനുഷ്യർ
ഈ ലോകത്തിന് വേണ്ടി, ലോക സമൂഹത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി പോരടിച്ച് മരിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചൂണ്ടുവിരൽ ഉയർത്തി സംസാരിക്കുക തന്നെ വേണം. ഗോർബച്ചേവുമാരായിക്കൂടാ. അതാണ് ചെയ്യേണ്ടത്. കാര്യം ഇതൊക്കെ പറയുന്ന എന്നെ പോലെയുള്ള ആളുകളെ മാർജിനലൈസ് ചെയ്ത് ജീവിത പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ പോലും അതിൽ ഞാൻ വകവയ്ക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ വക സംസാരങ്ങൾ, വിമർശനങ്ങൾ നടത്തിയില്ലെങ്കിൽ ഞാനായിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്നോട് എൻ്റെ കൂടെ നിന്ന മരിച്ച ധീരരായ മനുഷ്യർ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോട് ഞാൻ ചെയ്യുന്ന അനീതിയായിരിക്കും. എനിക്ക് ഈ നേരിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങളോ നേട്ടങ്ങളോ താല്പര്യങ്ങളോ ഒന്നുമില്ല തന്നെ. ഇത് ഇടതുപക്ഷം നശിക്കുന്നത് CPM-നെയല്ല ബാധിക്കുന്നത്, മുഴുവൻ മാനവരാശിയും കേരളീയ സമൂഹത്തെയാണ് എന്നുള്ളത് കൊണ്ടുകൂടെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ധർമ്മടത്തെ കാര്യം തന്നെയാണ്. ധർമ്മടം 6 റൗണ്ട് പിണറായി വിജയൻ പിന്നോട്ട് പോയി. ഇത് പിണറായി വിജയനെ ഉള്ള പറഞ്ഞ പോലെ, സുനിത ജോസഫ് പറഞ്ഞ പോലെ തന്നെ തോൽപ്പിക്കണം എന്നല്ല, പീഡിപ്പിക്കണമെന്ന് മാത്രമാണ്. ഇനിയെങ്കിലും ചിന്തിക്കൂ, ഇനിയെങ്കിലും മനസ്സിലാക്കൂ, അല്ലെങ്കിൽ വേണ്ടോ. വേറൊരു വേർഷനുണ്ട്. നമ്മുടെ പുനഃസംഘടന വാർഡ് വിഭജനം നടത്തിയപ്പോൾ ഈ ഭാഗം കോൺഗ്രസ്സുകാരുടെ ഭാഗമാണ്, അതുകൊണ്ടാണ് 6 റൗണ്ട് ജയിച്ചതെന്ന ഒരു ക്യാപ്സ്യൂൾ ഒരു സംസാരമുണ്ട്. എന്നാൽ പോലും ഇത്തരം വീഴ്ച ഉണ്ടാവുന്നത് വളരെ വളരെ ശ്രദ്ധിക്കപ്പെടാവുന്നതാണ്. പാർട്ടി എൻ്റെ അനുഭവത്തിൽ എൻ്റെ സംസാരത്തിൽ, വിവിധ ആളുകളുടെ സംസാരത്തിൽ, പാർട്ടിക്കാരായ അനുഭാവികളെ സംസാരത്തിൽ 10-20 കൊല്ലം മുമ്പ് പാർട്ടിക്ക് വേണ്ടി വാദിച്ചിരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇവർക്കൊരു അടി കിട്ടണമെന്ന് എത്രയോ കൊല്ലങ്ങളായി ഈ കുട്ടല്ലൂർ ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭ, ലോകസഭ ഇലക്ഷനൊക്കെ ഞാൻ 1 മണിക്കൂർ നേരം സംസാരിച്ചിട്ടും കൺവിൻസ് ചെയ്യാൻ പറ്റാതെ അവർ ഉറച്ചു നിൽക്കുകയും നിങ്ങളുടെ കാലമല്ല ഈ കാലമെന്നും ഇവർക്കൊരു അടി കൊടുത്തില്ലെങ്കിൽ ഈ പ്രസ്ഥാനം വിശ്വസിക്കുന്ന അനേകായിരം ആളുകളുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ പ്രസ്ഥാനം ഈ ഉൾപാർട്ടി ജനാധിപത്യം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. സ്വയം വിമർശനവും ഉൾപാർട്ടി ജനാധിപത്യം തകർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പിണറായി വിജയൻ ഒരുപാട് ഗുണങ്ങളുള്ള പോലെ തന്നെ അദ്ദേഹത്തിന് ദോഷങ്ങളുണ്ട്. ഒരു ഏകാധിപതിയുടെ എല്ലാ ആളുകൾക്കും ഏകാധിപതിയാവാൻ കഴിയും. ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ കൈകൾ സുതാര്യമാണോ എന്ന് ചോദിച്ചാൽ സംശയം ജനിപ്പിക്കുന്നതാണ്. ഇവരുടെ ഒരു കണ്ണൂർ ലോബിയായി മാറി. കണ്ണൂർ ലോബി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും അതുപോലെയുള്ള സിൽബന്തികളുടെയും ഒരു കിരാത കൈകളിൽ ചുറ്റപ്പെട്ട് ഇരിക്കുന്ന പ്രസ്ഥാനമായി ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപവും ആരോപണം അല്ല വിമർശനവും എനിക്ക് ഇല്ലാതില്ല. അതുകൊണ്ടുകൂടിയാണ് കണ്ണൂർ പാർട്ടിയെ പോലെ കണ്ണൂരിൻ്റെ ഈ കോക്കസിൻ്റെ പി ശശി ഉൾപ്പെടെയുള്ള കോക്കസിൻ്റെ കീഴിൽ ഈ സംസ്ഥാനത്തിന് മുഴുവൻ ആളുകളെയും ആ കാന്തവലയത്തിൽ കൊണ്ടുവരികയും ഭീഷണിപ്പെടുത്തുകയും അതിനനുസരിച്ചുള്ള ചുവടുമാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആ തരത്തിലുള്ളൊരു രീതി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പന്തലിപ്പിക്കാൻ ശ്രമം നടത്തുന്നതോടൊപ്പം തന്നെ അതിന് വിപരീതമായ ഒരു ജനകീയ സമ്പ്രദായം മറ്റുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം സന്തോഷകരമാണ്. ഞാൻ വീണ്ടും ഇതിലേക്ക് വരുന്നു. നമ്മുടെ ഒരു തലഖനത്തിൻ്റെ ആണെങ്കിൽ പറഞ്ഞാൽ ഈ ഏകാധിപത്യ പ്രവണത കൃത്യമായിട്ടും അതൊരു സംഘടന അല്ലെങ്കിൽ ഈ CPM പോലെയുള്ള കേഡർ പാർട്ടികളിൽ ഉണ്ടാവുന്ന ഏത് കേഡർ പാർട്ടിക്കും ഉണ്ടാവുന്ന രീതിയാണ്. അതിനെ തരണം ചെയ്യാൻ ഏത് പ്രസ്ഥാനവും മുന്നോട്ട് വരണം, ജനങ്ങളാണ് മുന്നോട്ട് വരേണ്ടത്. നോക്കൂ, പയ്യന്നൂരത്തെ പ്രശ്നം കണ്ണൂരിലാണ് വാസ്തവത്തിൽ പ്രസ്ഥാനത്തിൻ്റെ അപകടവും അപജയവും വേണമെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പുണ്ടാവാൻ പോകുന്നത്. എന്താണ് പയ്യന്നൂരത്തെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? കുഞ്ഞുകൃഷ്ണൻ അദ്ദേഹം നിന്നു, വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് തോറ്റു. ഈ രക്തസാക്ഷി ഫണ്ട് പോലും തീർച്ചയായിട്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബക്കറ്റ് വിരികൾ കക്കുന്നവരുണ്ട്, സൊസൈറ്റികളിൽ നിന്ന് കക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കള്ളന്മാരും ചതിയന്മാരും കൂടെ ചേർന്നിട്ടുണ്ട്. നിഷ്കളങ്കരായി നിർമ്മലരായ അപൂർവം പേരുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. എല്ലാവരെയും കുറിച്ചിട്ടല്ല പറഞ്ഞ പോലെ കള്ളന്മാരുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ നേതാക്കളെ സ്തുതിപാഠകരായി മാറും. അവർ നേതാക്കളുടെ ഫണ്ട് പിരിച്ചു കൊടുക്കും, ചിന്ത ലോൺ എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ പത്രം വരുത്തിക്കും, സംഭാവന പിരിച്ചു കൊടുക്കും. പക്ഷേ അവർ കൃത്യമായും അവരുടെ താല്പര്യങ്ങൾ, ദുഷ്ടതാല്പര്യം സംരക്ഷിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുഞ്ഞുകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ്. പറയുന്ന കാര്യങ്ങൾ അയാൾ സംസാരിച്ചു, അദ്ദേഹം പറ്റിയില്ല, അവസാനം പുറത്തേക്ക് പോകും. എന്തുകൊണ്ട് UDFൻ്റെ സഹകരണം സ്വീകരിച്ചു?
നോക്കൂ, ടി പി ചന്ദ്രശേഖരൻ ഒറ്റയ്ക്ക് നിന്നപ്പോൾ അദ്ദേഹത്തിന് 51 വെട്ടി കൊന്നു. അതിന് ന്യായീകരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. 51 വെട്ടിയപ്പോൾ ഇത് തെറ്റാണെന്നും ഫാസിസമാണെന്നും മാനവികതയ്ക്കെതിരാണെന്നും അന്യൻ്റെ വാക്ക് സംഗീതം പോലെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ചിന്തകൾക്ക്, താല്പര്യങ്ങൾക്ക്, ഹൃദയത്തിന് ഏറ്റ അടിയാണെന്ന് പറയാൻ ഇവിടെയുള്ള SFIക്കാരും DFIക്കാരും ഇന്നുള്ള സംസാരിക്കുന്ന വലിയ വർത്തമാനം പറയുന്നവരില്ല എന്നുള്ളതാണ് ഏറ്റവും. അങ്ങനെ ഇല്ലാത്തതിൻ്റെ പേരിലാണ് പിന്നീട് നശിക്കുന്നത്. ഓച്ചാൻസ് ഇന്ന് അന്ന് VS അച്യുതാനന്ദന് എതിരായിട്ട് നിന്ന് സംസാരിച്ച ആലപ്പുഴയിലെ പ്രധാന നേതാവായ രക്തസാക്ഷി കുടുംബത്തിൽ ജനിച്ച വളരെ അഴിമതി രഹിതനായിട്ടുള്ള സുധാകരൻ ഇന്ന് അദ്ദേഹം പോയിട്ടുള്ളത് UDFൻ്റെ സഹായത്തോടു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം പിച്ചും പേയും കേട്ടാൽ അദ്ദേഹത്തിന് സ്ഥലകാല ബുദ്ധി എന്നെ നഷ്ടപ്പെട്ട പോലെയാണ്. ഒരു മനുഷ്യൻ അധപതിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. എന്നാൽ ഇദ്ദേഹത്തെ പോലെയുള്ള സീനിയർ നേതാക്കളെ ഈ ചെറിയ ഒരു പാരമ്പര്യമില്ലാത്ത ആളുകൾ പോലും, അനുഭവ സമ്പത്തില്ലാത്ത ആളുകൾ പോലും, ത്യാഗസന്നദ്ധ കാണിക്കാത്തവർ പോലും വന്ന് വലിച്ചു കീറുമ്പോൾ ഇത്രയും കാലത്തെ പാരമ്പര്യം കൊണ്ട് മരണത്തിന് മുന്നിൽ നിന്നുള്ള മരണവും തൻ്റെ കുടുംബത്തിൽ മരണം വന്ന് കൂട്ടിക്കൊണ്ടുപോയ അനുജനെക്കുറിച്ചോ ജ്യേഷ്ഠനെക്കുറിച്ചോ ഭർത്താക്കന്മാരെക്കുറിച്ചോ ഉള്ള വീടുകൾ അവരെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഇന്നലെ വന്ന നേതാക്കളെ സ്തുതിപാഠകരായ ആളുകൾ മേലോട്ട് വന്ന് ചീത്ത വിളിക്കുമ്പോൾ ഇത്രയും കൊല്ലം പ്രവർത്തിച്ച് എന്തിനാണെന്നുള്ള ചോദ്യം ചോദിക്കുകയും അവർ ഈ രീതിയിൽ പോകും. ടി പി ചന്ദ്രശേഖരനെ കൊന്നതുകൊണ്ട് തന്നെ ഈ ഇത്യാദി സംസാരിക്കുന്ന ആളുകൾ തങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ ഇവർ ഇതുപോലെ കൊലപാതകങ്ങളും പരിപാടികളും അക്രമവും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്നൊരു ധാരണ വരെയും തങ്ങൾക്ക് പോകാവുന്നതിൻ്റെ ഏറ്റടുത്തേക്ക് പോകുക. ഒരു RSS ആവാൻ സാധിക്കില്ല, BJP ആവാൻ സാധിക്കില്ല, പിന്നെ ഇങ്ങനെങ്കിലും ആവാം, കോൺഗ്രസിൻ്റെയും കൂടെ നിന്നില്ലെങ്കിൽ തങ്ങൾ അപകടപ്പെടും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് അവർ പോകുന്നത്. ഒരിക്കലും BJPക്ക് ഇനി BJPയിലേക്കും കൂടി പോകുന്ന അവസ്ഥയിലേക്ക് വരും. പണ്ട് കാലത്ത് പലരും BJP RSSലേക്ക് പോയിട്ടത് CPMൽ നിന്ന് പോയിട്ടുള്ള ഒരുപാട് ആളുകളെ കാണാം. നിലനിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും. ഇതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചെയ്യേണ്ടത്. തുറന്ന ഇന്ന് MABB പറഞ്ഞ പോലെ എന്നൊരു അത്ഭുതമാണ്. ബ്രാഞ്ചുകളിൽ നിങ്ങൾ എന്തു പറയാൻ, ഒരു ഔദാര്യം പോലെ പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, പറയണം. ഔദാര്യമാണത്. ഇതിൽ അടിസ്ഥാന തത്വമല്ലേ? ഈ തത്വം ഇതുവരെ ബലി കഴിച്ചിട്ട് ഇപ്പോഴാണ് നമ്മൾ ഇപ്പോഴെങ്കിലും പറഞ്ഞു തന്നാൽ ബേബിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇവർ സ്വാധീനിക്കാൻ കഴിയും, നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള സംശയമാണ് കേരള ഘടകത്തെ. വാസ്തവത്തിൽ ഈ ഗ്രഹസന്ദർശനം നടത്തി, യഥാർത്ഥ ഗ്രഹസന്ദർശനം നടത്തിയെങ്കിൽ ഇതെല്ലാം പിടികിട്ടുമായിരുന്നു. നാട്ടുകാരോട് സംസാരിക്കണം, അവരുടെ സംസാരം കേൾക്കട്ടെ, വിമർശനം ഉണ്ടാവും. പിന്നലെ എന്നെ ഒരു നാട്ടിൽ കാച്ചിലൊരു സ്ഥലത്ത് വിളിച്ചു, ഒരു വെള്ളടിച്ചിട്ടാണ് എങ്കിലും അവനങ്ങോട്ട് ചൊരിഞ്ഞു, കട്ടുമുടിച്ചു. ഞാൻ ദുരിതാശ്വാസ നിധിയുടെ കാര്യം പറഞ്ഞു, ഓഡിറ്റബിളാണ്, അത് നിൽക്കുന്നുണ്ട്, അതെല്ലാം പറ്റിച്ചു. നമ്മൾ കേൾക്കാൻ നമുക്ക് ദേഷ്യമൊക്കെ വരും, എടുത്ത് ഒരു അടി കൊടുക്കണം തോന്നും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൻ പറയാനുള്ള അവൻ്റെ മനസ്സിലുള്ള കാര്യമല്ലേ, അവൻ്റെ മനസ്സിലുള്ള കാര്യമാണ് അവൻ പറയുന്നത്. കേട്ടതാണ്, അറിഞ്ഞതാണ് പറഞ്ഞത്. ആ അറിഞ്ഞതിനെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമോ അത്രത്തോളമാണ് നമ്മുടെ കരുത്തുണ്ടാവേണ്ടത്. അതിന് പകരം അവൻ അടിച്ചിട്ട് ഒതുക്കിയിട്ടല്ലാത്തത്. ഒതുക്കി കഴിഞ്ഞാൽ അവൻ അടിക്കാനേ സാധിക്കുള്ളൂ, മനസ്സ് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. ഇതാണ് നമ്മുടെ ബ്രാഞ്ചുകൾ, യഥാർത്ഥ ബ്രാഞ്ചുകൾ കൂടിയാൽ നാട്ടിലത്തെ എല്ലാ പ്രശ്നങ്ങളും അറിയാൻ പറ്റും. തുറന്ന മനസ്സ് കൊടുത്താൽ, സ്വാതന്ത്ര്യം കൊടുത്താൽ അവരെല്ലാം പറയും. നാട്ടിൽ ചെറിയ അവരുടെ ഭാഷ വലിയ ദാർശനിക ഭാഷയാവില്ല, വൈരുദ്ധാധിഷ്ഠിത ഭാഷയായിക്കണമെന്നില്ല. കോർപ്പറേറ്റുകളെ കുറിച്ചോ അല്ലെങ്കിൽ പ്രോളിറ്റേറിയറ്റിനെ കുറിച്ചോ പറഞ്ഞൊന്നും വരില്ല. പക്ഷേ സാധാരണ ഭാഷയിലോ പറഞ്ഞിരിക്കും. ഇതുകൊണ്ടോ ഇന്ന കാരണം കൊണ്ട് അത് സംഭവിച്ചു, ഇന്ന ചെന്നത് ശരിയായില്ല, ഇന്ന സൊസൈറ്റിയിലേക്ക് അവർ തങ്ങളുടെ പൈസ ഇട്ടിട്ട് കിട്ടണില്ല, അവർ വിഷമത്തിലാണ്. എന്താണ് സംഗതി? അവർക്ക് കക്കൂസ് കൊടുത്തു, അവർ കോൺഗ്രസ്സുകാരായാലും കക്കൂസ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഫണ്ട് കൊടുത്തു, അവർ BJPക്കാരായതുകൊണ്ട് അവർക്ക് ഫണ്ട് കൊടുത്തിട്ടില്ല. ഇത് ശരിയായ നിലപാടല്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ RSSകാരനാണ്, നിങ്ങൾ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ് അടിച്ചിരുത്തുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്യില്ല. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. അഞ്ചേരി ഇന്ന് PS സതീശൻ്റെയൊക്കെ വല്ല രീതിയിൽ കൊണ്ടാടപ്പെടുകയാണല്ലോ പലപ്പോഴും. പലപ്പോഴും നമ്മുടെ അനുസ്മരണങ്ങൾ അവർക്ക് വേണ്ടിയാണ്. KL ജോണിയുടെ മരണത്തിൻ്റെ അനുസ്മരണം കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. KL ജോണിയെ ആത്മഹത്യ ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ആളുകൾ കരയാൻ വിതുമ്പിക്കൊണ്ട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ജോലി കൊടുക്കുമായിരുന്നു. ആ വീടിനെ KL ജോണിയേട്ടന് തെറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഇവിടെ ലോട്ട് കമ്പനി മുതലാളിമാർ, ഉടമസ്ഥന്മാർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാശ് മേടിച്ചാൽ കൊടുക്കില്ല. അതിൽ നമ്മൾ വിചാരിച്ചു വലിയ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് സ്വിസ് ബാങ്കിലാണെന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണ് പ്രചാരം. പക്ഷേ പാവം SH പോലെയുള്ള ആളുകൾ രണ്ടുപേരും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. മക്കൾ ഒന്നും നിലയിലെത്തിയില്ല, ഒരാൾ മരിച്ചു.
കുറച്ച് അവരെ വലിയ പാകപ്പിഴവുണ്ടാവും. പക്ഷേ അവരാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരെന്നാണ് നമ്മൾ വരുത്തി തീർത്തു. അതിനേക്കാൾ വലിയ കുഴപ്പങ്ങൾ ചെയ്തവർ സുഖമായി ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ നാട്ടിൽ ഇങ്ങനെയുള്ള സംസാരം ഉണ്ടാകുമ്പോൾ അതിന് പ്രോത്സാഹിപ്പിക്കണം. ഞാനൊക്കെ പ്രസ്ഥാനത്തിൽ വരുമ്പോൾ EMSനെ എതിർക്കണം എന്ന് പറയുകയും അതിന് ആവേശം കൊടുത്ത പ്രസ്ഥാനം, അല്ലെങ്കിൽ ഞാനും ചെല്ലുമായിരുന്നില്ല. അങ്ങനെയുള്ള പാരമ്പര്യത്തിനുമല്ല ഉണ്ടായിരുന്നത്. അപ്പം സർവതന്ത്രമായി സ്വയം വിമർശനം നടത്തണം എന്ന് തന്നെയാണ്. ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി കണ്ണംകൊളുത്തി പ്രസിഡൻറ്റുമായിരുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഈ സ്വയം വിമർശനത്തിന് വേണ്ടി ഒരു യോഗം വിളിക്കുകയും പരസ്പരം വിമർശനം നടത്തിയിട്ടുള്ളതാണ്. SFI TL സന്തോഷം, ചെറിയാൻ ജോസഫും ഇക്ബാലൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ അവിടെയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടൊരു തെറ്റും വന്നിട്ടില്ല. പറയാൻ നമുക്ക് ഒരു സഖാക്കൾ തമ്മിൽ പരസ്പരം സ്നേഹം ഉണ്ടാവണം, ഹൃദയം കൊണ്ടായിരിക്കണം. അവിടെ മറവയ്ക്കാൻ പാടില്ല, മറച്ചു വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്താ വെച്ചാൽ നമ്മളൊരു വലിയ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ആ അടിസ്ഥാന തത്വം മറക്കരുത്. ഇവിടെ അഞ്ചേരി കുട്ടലൂർ സർവകരണ സംഘത്തിൽ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ ധാരണയിൽ അവിടെ ജീവനക്കാർ ചെന്ന് പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ അത് നിഷ്കരം തള്ളിക്കളഞ്ഞു. ആ പറഞ്ഞവരെ ഒറ്റപ്പെടുത്താനും ദ്രോഹിക്കാനും ശ്രമം നടത്തി. ആ പ്രശ്നം രൂക്ഷമായി, പ്രശ്നം സങ്കീർണമായപ്പോൾ അത് അവതരിപ്പിച്ചുകൊണ്ട് ബ്രാഞ്ച് കമ്മിറ്റിയിൽ സംസാരിച്ചു. നോക്കൂ, ഇന്ന് PS സതീശൻ്റെ പെങ്ങളായിട്ടുള്ള ഷീലയുടെ മകൻ വിദുലാൽ, അവൻ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇത് സംസാരിച്ചതിൻ്റെ പേരിൽ അവൻ മേൽ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടില്ല. നല്ലൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ അവൻ തിരഞ്ഞെടുക്കും. ഈ കുട്ടലൂർ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് പ്രിൻസ് എന്നുള്ളത് മോശക്കാരൻ, ചെറിയ പയ്യനാണ്. അവൻ്റെ അപ്പനാണ് കൃത്യമായിട്ട് പ്രസ്ഥാനത്തിലുണ്ടായിരുന്നത്. എന്തോ കാരണത്താൽ അവനെ തെറ്റി. അതിന് പകരം ഇവനെ കണ്ടംകൊളുത്തിയുടെ ബിനാമി പോലെ അവനെ ആക്കി. അവൻ കയറി കിട്ടിയപ്പോൾ നല്ല പയ്യനാണ്. അവൻ ഇപ്പോഴും കട്ടു പിടിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ സമ്മാനത്തിൽ ചെയ്യുന്ന ഒറ്റയ്ക്ക് ചെയ്യാൻ ധൈര്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇന്ന് കേൾക്കുന്നത് പലതുമാണ്. ഒന്നും എതിർക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നിഷ്ക്രിയമായി പോവുകയാണ്. ഇതിനെല്ലാം കേൾക്കുമ്പോൾ പ്രയാസമുണ്ട് നമുക്ക്. വാസ്തവത്തിൽ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യും. വേറെ ആൾ ഞാൻ കേട്ടിട്ട് പൈസ കയ്യിന്നെടുത്തു. അത് പിന്നെ ശിക്ഷയ്ക്ക്, ചെറിയ മനുഷ്യന് ശിക്ഷയ്ക്ക് വിധേയമായി, വലിയൊരു ശിക്ഷയ്ക്ക് വിധേയമാകുന്നില്ല. ഇങ്ങനെ ഈ വിദുലാലിനൊരു ടിപ്പിൽ എക്സാമ്പിളാണ്. ഇങ്ങനെ വിദുലാലിനെ LC കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ ഉയർന്ന സമ്മേളനങ്ങളിലേക്ക് എടുക്കാണ്ട് വരുമ്പോൾ ഇത് കാണുന്ന മറ്റുള്ളവർ വിചാരിക്കും എന്തിനു പണ്ടാർക്കിട്ട് സംസാരിക്കാൻ പോകണ്ട, മിണ്ടാതിരിക്കും, സുഖമായിട്ട് പോവുക, രഹസ്യമായിട്ട് മാത്രം നടത്തുക. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ രഹസ്യം വയ്ക്കുന്ന ആളുകളൊക്കെ എതിരായിട്ട് വോട്ട് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഇനിയും തീർക്കണം. ഇപ്പോൾ തോമസ് ഐസക്കും BMWയും അതുപോലെ ആളുകളെല്ലാം സംസാരിക്കുന്നുണ്ടല്ലോ. ധൈര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുപ്പക്കാർ സ്വരാജ് പലപ്പോഴും കുഞ്ഞികൃഷ്ണനെ കളർന്ന് വിളിച്ചു. ഇത് ശരിയായ നിലപാടാണോ? ഒരു ഡിബേറ്ററായിട്ട് മാറാം, ഒരു വക്കീലായിട്ട് മാറാം, പിതൃശൂന്യെന്നൊക്കെ പറയാം, ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തൻ്റെ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന പുഴുക്കുത്തുകളെ, തെമ്മാടിത്തരങ്ങളെ സംസാരിക്കാനുള്ള ധൈര്യം കൂടി സ്വരാജിനുണ്ടാവണം. അങ്ങനെ സ്വരാജ് അല്ലെങ്കിൽ വേറൊരു വക്കീലായി മാറും. അതിനെ വലിയ കാലം വലിയ തെറ്റായ നല്ലയ്ക്ക് കൂടി നൽകും. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നശിച്ചുകൂടാ. കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നതൊക്കെ മാർക്സിസ്റ്റ് സംശയിക്കാൻ പാടില്ല. കോൺഗ്രസ് പാർട്ടിയിലും നല്ല മനുഷ്യരുണ്ട്, BJPയിൽ പോലും നല്ല മനുഷ്യരുണ്ടെന്നാണ് വിശ്വാസം. അതിലും ചീത്ത ആളുകൾ കളവുണ്ട്. ഞാൻ നേരിട്ട് പഴയകാല RS പ്രവർത്തകരെയൊക്കെ നിഷ്കരണം തള്ളിക്കളഞ്ഞ് പുതിയ മേലാളന്മാരെ വായിക്കുന്ന എല്ലാ പാർട്ടിയിലും കാണാൻ സാധിക്കും. ഈ പ്രായമായി ഇന്നലെ വരെ പ്രവർത്തിച്ചവരെ ഞാൻ പറയും ഇന്നലകളാണ് നല്ലതെന്നല്ല. അവരുടെ അനുഭവ സമ്പത്തിൽ ഇത്രകാലം പ്രവർത്തിച്ചവരാണ്. അവരെ കൂട്ടി ചേർത്തി പിടിക്കേണ്ടതാണ്, കൂട്ടി കൊണ്ടുപോകേണ്ടതാണ്. അവരുടെ വാക്കും പ്രവൃത്തിയൊക്കെ വാക്കുകളിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അവരുടെ അനുഭവ സമ്പത്ത, അവരുടെ ത്യാഗസന്നദ്ധ, അവരുടെ സേവന തൽപരത, അവരുടെ ഇന്നലകളെ ചെയ്തിട്ടുള്ള ഇതൊന്നും എങ്ങനെ വിസ്മരിക്കും? അങ്ങനെ വിസ്മരിക്കാൻ അതൊരു വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിനെതിരാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ചരിത്രത്തെ നിഷേധിക്കുകയാണ്. ഇന്നലകളെ എങ്ങനെയാണ് കെട്ടിപ്പടുത്തത്? ഈ മനുഷ്യരൊക്കെ തങ്ങളുടെ വീടും കുടുംബവും ഒക്കെ കളഞ്ഞിട്ടാണ് പ്രവർത്തിച്ചത്. അത് പൈസ കൊടുത്തിട്ടല്ല. ഒരു പോസ്റ്റർ എഴുതണമെങ്കിൽ, ഒരു മതിൽ എഴുതണമെങ്കിൽ എത്ര രാത്രികൾ അവർ, അതിനൊക്കെ പണത്തിൻ്റെ മൂല്യം നിശ്ചയിക്കണമെങ്കിൽ എത്ര രൂപ വരും? ഇന്ന് നിങ്ങളെല്ലാം വലിയ വലിയ കൊടിവെച്ച കാറിൽ പോകുമ്പോൾ ഇവരെ ശ്രദ്ധിക്കണേക്കുന്നു. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു, വീട്ടിൽ പോയി പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? കടക്ക് പുറത്തെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് പിണറായി വിജയൻ മാത്രമല്ല, ഇതിൻ്റെ വേറൊരു ദൗർഭാഗ്യം. പിണറായി വിജയനെ മാത്രം കുറ്റം പറയുന്ന ആളുകൾ VD സതീശൻ കടക്ക് പുറത്തെന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കും. അതാണ് ഇവിടെയാണ് വിമർശകരുടെ ഒരു കുതന്ത്രം. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ ഈ ഇടതുപക്ഷത്തെ വാനോളം എതിർക്കുന്ന ആളുകൾ അവർ പറഞ്ഞു ഒരു കാലത്ത്, കണ്ടു നോക്കൂ, സ്റ്റാലിന് നോക്കി പഠിക്കൂ. ഇപ്പോൾ സ്റ്റാലിൻ എന്തായി? സ്റ്റാലിൻ തോറ്റില്ലേ? അതിന് കാരണം എന്താണ്? നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹം ഭയങ്കര അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഭയങ്കര ഏകാധിപതിയാണെന്ന് പറഞ്ഞു. എന്താ തോറ്റത് അവിടെ? കാരണം സ്റ്റാലിനെ നോക്കി പഠിക്കുന്ന പറഞ്ഞത്.
പിണറായി വിജയനല്ല, സ്റ്റാലിനാണ് ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ ധീരനായിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു. ആ ധീരതായിട്ടുള്ള മനുഷ്യൻ ഇന്ന് തോൽക്കാൻ കാരണം എന്താണ്? അപ്പോൾ ഈ അവിടെ നോക്കുമ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ വൈരാഗ്യം കൊണ്ട് അന്ധത ബാധിച്ചുകൊണ്ട് മറ്റുള്ളവരെ അനുകൂലിക്കുകയും ഇവിടുത്തെ ദോഷങ്ങൾ പെരുപ്പിച്ച് കാണിച്ചു വേണ്ട, ശരിയല്ല. ശ്യാംകുമാറും സണ്ണി കപ്പിക്കാടും ഒക്കെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായതുകൊണ്ട് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ ഇടതുപക്ഷം പോയാൽ ശ്യാംകുമാറിനും സണ്ണി കപ്പിക്കാടിന് പോലും സംസ്കരിക്കാൻ പറ്റാത്ത രീതിയിൽ സമൂഹം മാറും. ആ നേരത്തെ വേദനിച്ചിട്ട് കാര്യമില്ല എന്നാണ്. ഞാൻ 1-2 ഉദാഹരണം കൂടി പറയാം. ഗൗരി ലങ്കേഷ്, ദവോൽക്കർ ഇവരൊക്കെ മരിച്ചു പോയിട്ട് എന്ത് സംഭവിച്ചു? എന്താണ് ഉണ്ടായത്? വലുതുണ്ടായോ? അവരൊക്കെ ജാമ്യത്തിലിറങ്ങിപ്പോയി. അപ്പോൾ സംസ്കാരിക ആളുണ്ടോ? കോൺഗ്രസ് നിലനിൽക്കുന്നു തോന്നുന്നുണ്ടോ? കോൺഗ്രസ്സിൽ നല്ല മനുഷ്യരില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ചെറുത്ത് നിൽക്കാൻ കഴിവ് കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളതാണ്. ഇനി അപകടം വരാതിരിക്കാൻ പോകുന്നു. ഇപ്പോൾ സാനുമാഷ് പറഞ്ഞല്ലോ, ഈ ഒരു ഇലക്ഷൻ ജയിച്ചില്ലെങ്കിൽ അങ്ങനെ പോകും. ജനം ഏറ്റെടുത്ത് വിചാരിച്ചു, ശരി. എന്നിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ജനാധിപത്യം മാത്രമല്ല, ജനാധിപത്യം ഞങ്ങൾ മുഖ്യമന്ത്രിയാവണം, ഞാനും മുഖ്യമന്ത്രിയാവണം, എല്ലാവരും അത് ശരി, ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിന് വഴിവിട്ട പരിപാടികളാണ് ചെയ്യുന്നത്. ID കാർഡ് സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്, KSUക്കാർ ചെയ്യുന്നത്. അത് ശരിയായ നിലപാടാണ്. അതാണ് ജനാധിപത്യം. ഈ തമ്മിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നു, തങ്ങളത് വിജയിക്കാൻ വേണ്ടി കള്ളത്തരങ്ങൾ ഉണ്ടാക്കും. ഇതാണ് ജനാധിപത്യം. ഇങ്ങനെയാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അംഗീകരിച്ചിട്ട് ആരാണ് സ്വീകരിക്കട്ടെ എന്ന് എന്തുകൊണ്ട് വയ്ക്കുന്നില്ല? നിങ്ങൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെ ചെയ്യും, പിന്നെ അതിന് മേലെ പണിയെടുക്കരുത്. ശരിയാതാർത്ഥ ജനാധിപത്യം. ഇങ്ങനെ 4 പേരും 3 പേരും വിവിധ രൂപത്തിൽ ജയിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ഏത് വൃത്തികെട്ട പരിപാടി. ഇനിയിപ്പോൾ VD സതീശന് കൊടുക്കാതിരുന്നത് ശരിക്കും പറഞ്ഞാൽ VD സതീശന് അർഹനപ്പെട്ടാണ്. ഏതവസരത്തിൽ കാവ്യനീതി എന്നാണല്ലോ പല രീതിയിൽ കാലത്തിൻ്റെ കാവ്യനീതിയിൽ എല്ലാവരും പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലോറി നടന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ തോറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോയി, പ്രതിപക്ഷ സ്ഥാനം പോയി. VD സതീശൻ MLA-മാരുടെ അംഗസംഖ്യ നോക്കിയിട്ട് ആ നിലയ്ക്ക് നോക്കണമെങ്കിൽ രമേശ് ചെന്നിത്തല ആകേണ്ടി വരും. അതുകൊണ്ട് തെറ്റില്ല വാസ്തവത്തിൽ. പക്ഷേ VD സതീശനാണ് മുന്നിൽ നിന്ന്. അദ്ദേഹം വനവാസത്തിന് പോകുന്നവർ അടിച്ചു വിട്ടതായിരിക്കും, എന്നാൽ പോലും അദ്ദേഹം മുന്നിൽ നിന്ന് യുദ്ധം ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ അനുഭവമാണെങ്കിൽ ഈ പ്രാവശ്യം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയതുകൊണ്ട് തെറ്റില്ല. എന്തായാലും ഈ നമ്മുടെ മാർക്സിസ്റ്റ് വിരുദ്ധരായുള്ള ആളുകൾ ഈ സംവിധാനം നശിക്കുമ്പോൾ വിമർശനം നടത്തുമ്പോൾ ഇതേപോലെയുള്ള ആളുകളെ വിമർശിക്കാൻ ധൈര്യം കാണിക്കുന്നില്ല. MN കാരിശ്ശേരി മാസ്റ്റർ പറയുന്നു, ഇത് തോറ്റാൽ അവർ പോകുന്നു, ജയിച്ചാൽ ഇനി പോവില്ലേ? ജയിച്ചാൽ ഇനി ഇവർക്ക് ആരെങ്കിലും VD സതീശനെ കൊടുത്തില്ല എന്ന് വെച്ചാൽ VD സതീശൻ ഇന്നല്ലെങ്കിൽ നാളെ അത് കൃത്യമായി തക്കം പാർത്തുകൊണ്ട് സംവിധാനം ചെയ്യും. അല്ലെങ്കിൽ ഇതിലേതെങ്കിലും സുധാകരനാവട്ടെ ആരായിട്ടും. അപ്പോൾ എന്ത് എളുപ്പമുണ്ട് വാസ്തവത്തിൽ. ഇപ്പോൾ സന്ദീപ് വാര്യർ അടക്കം വലിയാണ്. നാളെ സന്ദീപ് വാര്യർ BJP-യിൽ പോകില്ല, അത് യാതൊരു ഉറപ്പില്ല. ഒരു പക്ഷേ സന്ദീപ് വാര്യർ പോകുമ്പോൾ ഒരു കൂട്ടം ആളുകളെയുമായിട്ടാവും കൊണ്ടുപോവുക എന്നുള്ളത് മാത്രം. അപ്പോൾ വാസ്തവത്തിൽ എന്തുണ്ടാവും? കേരളത്തിൽ ബംഗാളിന് ഒരു ത്രിപുരയെ പോലെയാകും. പിന്നെ ഇപ്പോൾ ത്രിപുരയിൽ ഉള്ള കോൺഗ്രസിൻ്റെ വോട്ട് എവിടെ പോയി? കോൺഗ്രസ് ഇല്ലാതെയായി പോയി. ബംഗാളിലുണ്ടോ? ഇല്ലാതെയായി പോയി. ആർക്കാണ് കൊണ്ടത്? രണ്ട് കണ്ണ്, ഒരു കണ്ണ് പോയാൽ അവർ 2 കണ്ണ് പോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ മാർക്സിസ്റ്റുകാരുടെ CPM-കാരുടെ ശക്തി കുറയ്ക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ കോൺഗ്രസിന് ശക്തി ഉണ്ടായോ? ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇന്ന് ദുർബലമായിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഈ കോൺഗ്രസ് ദുർബലമായാൽ CPM-ന് ഗുണകരമാണോ? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസ് ദുർബലമായ CPM-ന് ഗുണകരമല്ലെന്ന് മാത്രമല്ല, പൊരുതാനുള്ള ശക്തി കുറയും കൂടി ചെയ്യും. പൊരുതാനുള്ള ഉത്തരവാദിത്വം കൂടും, പ്രയാസങ്ങൾ കൂടും എന്നുള്ളതാണ് വാസ്തവത്തിൽ. ഈ കോൺഗ്രസ്സെങ്കിലും ഉണ്ടാവേണ്ടതാണ്. ഈ മുതലാളിത്ത രീതിയിലുള്ള കോർപ്പറേറ്റുകൾ താല്പര്യമുള്ള എങ്കിൽ പോലും ജനാധിപത്യം അല്പമെങ്കിലും വിശ്വസിക്കുന്ന കോൺഗ്രസ്സെങ്കിലും ഉണ്ടാവണം. മറിച്ച് അമിത്ഷായെ പോലുള്ള ആളുകൾ, അതുപോലെയുള്ള ആളുകൾ രംഗത്ത് വരുമ്പോൾ മറ്റൊരു രൂപമായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാവുക, കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മാർക്സിസ്റ്റ് വിരുദ്ധത അന്ധത ബാധിച്ചുകൊണ്ട് എല്ലിയതിന് തീർത്താൽ ഒരു നല്ല കാര്യം പോലും പറയാതെ എല്ലാത്തിനും കടച്ചേഷിപ്പിക്കുന്ന സമ്പ്രദായം കേരളത്തിന് യോജിച്ചല്ല. ഞാൻ അതുകൊണ്ടാണ് ഷാലിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഷാലിനെ കണ്ടുപിടിക്കുന്ന നട്ടലിലുള്ള ആൾ ഷാലിൻ എന്ന് പറഞ്ഞു. ആ നട്ടലുള്ള ആളുടെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ അവർ പറഞ്ഞ അദ്ദേഹം ഏകാധിപതിയാണെന്ന് പറയുന്നു ജനം. അതുകൊണ്ടാണ് തീർത്ത് തോൽപ്പിക്കുന്നത്. അപ്പോൾ മമതയെ പറഞ്ഞു, മമത ഇല്ലാതെയായി. ഇതെല്ലാം നമുക്ക് കിട്ടുള്ള പാഠങ്ങളാണ്. ഇനിങ്ങൾ നമ്മൾ എല്ലാ പാർട്ടിയിലുമുള്ള ആളുകൾ ഒരുമിച്ച് എവിടെയൊക്കെ അനീതി നടക്കുന്നുണ്ടോ അവിടെ നീതിയുടെ പക്ഷത്ത് നിൽക്കണം. അത് മാർക്സിസ്റ്റുകാരാകട്ടെ, കോൺഗ്രസ്സുകാരട്ടെ, RSകാരട്ടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഞാനിപ്പോഴും ആലോചിക്കുന്നു, തോട്ടപ്പടിയിൽ സമരം നിന്നു മദ്യശാല ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് വന്നപ്പോൾ ഞാൻ രണ്ടാമതൊട്ടൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം ആ ഔട്ട്ലെറ്റ് അവിടെ വരേണ്ടതല്ല. ഇതൊരു മദ്യശാല, ആളുകൾക്ക് മദ്യം കൊടുക്കുന്നത് ടോണിക്കല്ല, അത് റേഷൻ കടയല്ല, അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ളതല്ല,
അത് കാണുമ്പോഴേ അറിയുള്ളൂ. മദ്യശാലയിൽ മുന്നിൽ പോയിരിക്കൂ, അപ്പോഴേ നിങ്ങൾ അറിയുള്ളൂ അതിൻ്റെ പ്രയാസം. ഈ ജനം മുഴുവൻ, സാധാരണ മനുഷ്യർ മുഴുവൻ കുടിയിൽ മദ്യത്തിൽ അവൻ്റെ വീട് മുഴുവൻ കുത്തുവാളെടുക്കാണ്. വീടും കുടുംബവും ഒക്കെ പ്രയാസപ്പെടാണ്. കാശ് മരുന്ന് മേടിച്ച കാശാണ് കുടിച്ചത് അവസാനിപ്പിക്കുന്നത്. പിന്നെ ഈ കുടി കണ്ടിട്ടാണ് കുട്ടികൾ കുടിക്കാൻ പോകുന്നത്. കുടി കഴിഞ്ഞ് അതിന് ലഹരി പോരാണ്ട് മദ്യമയക്കുമരത്തിന് പോവുകയും ചെയ്യും. അങ്ങനെ യൂറോപ്യൻ കൺട്രികളിലെ പോലെ സാക്ഷരതയില്ല ആ തരത്തിൽ. അവിടെയും ഇതുപോലെ അപകടങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ചെയ്തപ്പോൾ എല്ലാവരും കൂടി. പക്ഷേ കോമൺ മിനിമം പ്രോഗ്രാമിൽ സമരം ചെയ്തത് 1 കൊല്ലക്കാലമാണ് ഞങ്ങൾ നടത്തിയത്. അപ്പോൾ ഞങ്ങളെല്ലാം ആലോചിച്ചു, മറ്റോണ് പാർട്ടി ഇടതുപക്ഷവും ഭരിക്കുന്നുണ്ടോ, പിന്നീട് കോൺഗ്രസും ഭരിച്ചിരുന്നു. ഇപ്പോൾ ചില ജോസിനുള്ള പറയുന്നുണ്ട് ഞങ്ങളുടെ ഈ മദ്യനിരോധന സമിതിയുടെ ശാപം കാരണമാണ് ഇടതുപക്ഷം തോറ്റതെന്ന് കൂടി പറയും. അദ്ദേഹം പ്രചരണം നടത്തുകയാണ്. അദ്ദേഹം ഇപ്പോൾ വിവിധ സ്ഥാനങ്ങളിലുള്ള ആൾ. അത് ശരിയല്ല. ഞാൻ പറഞ്ഞു, ഇലക്ഷൻ കാലത്ത് മദ്യത്തിനെതിരായിട്ടുള്ള സമരത്തിൽ പങ്കുചേരാത്തിൽ വോട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ജയിച്ചാൽ മദ്യം വേണമെന്ന് പറയുന്ന ആളുകൾക്ക് ശക്തി കൂടുകയാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ തോറ്റത് ഇനി ഈ കോൺഗ്രസ് ജയിച്ചു, ഇനി മദ്യനിരോധനം നടത്തുമോ? നടത്താൻ സാധിക്കില്ല. നടത്താൻ ബുദ്ധിമുട്ടാണ് വാസ്തവത്തിൽ. അങ്ങനെ നടത്തേണ്ട കാര്യവുമല്ലത്. അങ്ങനെ നാം ഇത് സങ്കുചമായ അർത്ഥത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അപകടമുണ്ടാവും. എല്ലാവരും കൂടി നിൽക്കണം. നമുക്ക് രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് നമ്മുടെ ആളുകളൊക്കെ സ്വാർത്ഥരായിരിക്കണം. ഈ നേതാക്കൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സ്വാർത്ഥരായ ജനങ്ങളുണ്ടാകുമ്പോൾ സ്വാർത്ഥരായ നേതാക്കളുണ്ടാവും. ഞാൻ എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ പാൽസൂസി എടുക്കുമ്പോൾ വലിയ ആവേശമായിരുന്നു. വെള്ളം ഒഴിക്കാത്ത പാൽ കൊടുക്കണം, പൈസ മേടിച്ചാൽ നല്ല കൊടുക്കണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഇതിലത്തെ ഡയറക്ടർമാരിനെ വെള്ളം ഒഴിക്കാൻ തുടങ്ങി. അത് പിന്നീട് അപകടത്തിലേക്ക് പോയി. പിന്നെ തീറ്റ മേടിച്ചുകൊണ്ടായി, കടം മേടിച്ചുകൊണ്ട് തീറ്റ തരാതെയായി. അവരെന്നെ പറ്റിക്കപ്പെട്ടു. അപ്പോൾ അതിനെതിരെ നടപടി എടുത്തപ്പോൾ അവർ വേറെ രൂപമായി. നാട്ടുജനങ്ങൾ നിർത്തി. അപ്പോൾ അതിലെന്തുണ്ടാവും? തങ്ങളുടെ ചീഞ്ഞ സാധനം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അത് എന്നാൽ വേറെ ആളുകളുടെ സാധനം വില കുറവിൽ കിട്ടണമെന്നുണ്ട്. ഇങ്ങനെ സ്വാർത്ഥമതികളെയാണ് ഞാൻ അധികം കാണുന്നത്. തങ്ങളുടെ സാധനം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ വില കൂടുതലും, അവരുടെ സാധനം തങ്ങൾക്ക് കിട്ടുമ്പോൾ വില കുറവിലും കിട്ടണം എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ. അതിനെ പറയുമ്പോൾ സ്വീകരിക്കുന്ന ആളുകൾ തന്നെ കുറവാണ്. അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല വാസ്തവത്തിൽ. നല്ല കൃത്യമായി സത്യമായി ജീവിക്കുന്ന ആളുകൾക്ക്, പ്രവർത്തിക്കുന്നവർക്ക് ഈ നാട്ടിൽ സ്ഥാനമില്ല എന്നാണ് സത്യമായിട്ടൊരു കാര്യം. അതുകൊണ്ട് മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകർ, കോൺഗ്രസ്സിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും RSSലായാലും പ്രവർത്തകർ മനുഷ്യരാണ്. അവരുടെ പ്രശ്നങ്ങളെല്ലാം തുല്യമാണ്, അവരുടെ വേദനകളെല്ലാം തുല്യമാണ്. അതിന് ഒരുമിച്ചിരിക്കണം. ഒരു 1-2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഒരാഴ്ച മുമ്പാണ് എൻ്റെ വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്നത്. ഞാൻ ചെറുപ്പത്തിൽ നല്ല അന്ന് കാണുമ്പോൾ നല്ല ഭംഗി വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വണ്ണം കുറഞ്ഞ് ചടച്ചിരിക്കുന്നു. എന്നെ കണ്ട പാടെ ചേട്ടൻ എന്നെ മനസ്സിലായി. എനിക്ക് മനസ്സിലായി, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മദ്യപാനിയായ ഭർത്താവ് കാരണം അദ്ദേഹം മരിച്ചു. വീട് പ്രശ്നങ്ങളായി. ഇപ്പോൾ വന്നതിൻ്റെ കാര്യം എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞപ്പോൾ മനസ്സിലായി. ഇപ്പോൾ എനിക്ക് വീട് സ്ഥലം എൻ്റെ കൊടുത്തിരിക്കുന്നു. ഞാൻ ഇന്ന് വഴിയാധാരമാണ്. ആ ഒരു കാണിക്കണമെങ്കിൽ ക്യാൻസറാണ്. ക്യാൻസറൊന്നും മാറിയിട്ടുള്ളൂ. ഈ പണിയെടുക്കണം, ഗുളിക വേണം. എത്ര രൂപ വരെ ഗുളികയാണ് വേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അറിഞ്ഞിട്ടില്ല സ്ഥലം വിറ്റത്. ഭർത്താവ് മരിച്ചു. ഇവരെയൊക്കെ നോക്കിണ്ടാക്കി ആ കാശെല്ലാം ഈ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ എനിക്ക് സ്ഥലമില്ല. മാത്രമല്ല ഗുളികയ്ക്ക് തന്നെ വേണം. കരച്ചിലോട്ട് ഞാൻ കരച്ചിലോട്ട് എനിക്ക് തന്നെ വേദനിച്ചു പോയി. എന്ത് ചെയ്യാൻ സാധിക്കും? ആ കരച്ചിൽ മാറാൻ എനിക്ക് കണ്ണീരൊപ്പാൻ സാധിക്കുന്നില്ല. പണ്ടത്തെ കാലത്ത് പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ മതി. ഇതാണ് ഞാൻ കണ്ടത്. ഞാൻ ഒരു ചക്കയാണ് ചോദിച്ചു, ഞാൻ ആ ചക്ക വിട്ട് കൊണ്ടുകൊടുക്കാൻ ചെയ്തത്. ഇതിങ്ങനെ നിരന്തരമാണ് ഞാൻ കാണുന്നത്. എനിക്കൊന്നും പറ്റുന്നില്ല വാസ്തവത്തിൽ. മറ്റു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു കല്യാണ വീടാണ്. ആ കല്യാണ കല്യാണ വീടിൻ്റെ നാളെ ഓടി നടക്കുകയാണ് കാശിന് വേണ്ടി. ഇന്നത്തെ സമൂഹ സമ്പ്രദായത്തനുസരിച്ച് നാട്ടുനടപ്പനുസരിച്ച് കല്യാണം നടത്തണം. പക്ഷേ നാട്ടുനടപ്പനുസരിച്ച് നടത്താൻ പറ്റില്ലെങ്കിൽ പോലും അതിൻ്റെ അരിയത്തോടൊപ്പം കല്യാണം, നല്ല ഒരു ഫോട്ടോഷൂട്ട് നടത്തണം, മറ്റുള്ള പരിപാടി നടത്തണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന കുട്ടികൾക്ക് വിഷമമാണ് ഉണ്ടാകുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ കാണുന്നത് അങ്ങനെയാണ്. വലിയ വലിയ സദസ്സുകളാണ്, വലിയ സദ്യവട്ടങ്ങളാണ്. 1000-1500 അവർ പ്ലേറ്റിന്. വിവിധ സാധനങ്ങളാണ്. ബാക്കി ഒരുപാട് വേസ്റ്റ് വരികയാണ്. അതൊന്നും പ്രശ്നമല്ല. എല്ലാവരും അറിയിക്കാൻ വേണ്ടി, കൊട്ടി ആഘോഷിക്കാൻ വേണ്ടി വിവിധ പരിപാടികൾ നടത്തുകയാണ്. ഫോട്ടോ പുട്ടിയിടാൻ തന്നെ 1 ലക്ഷം രൂപ. മറ്റേത് ഒരു ദിവസം കുളിച്ച് കഴിഞ്ഞാൽ പുട്ടി പോവും. 1 ലക്ഷം രൂപ. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ, ഫോട്ടോ ഷൂട്ട് നടക്കാൻ, ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, മന്ത്രോടി സാരി, മറ്റോ സാരി 1 ലക്ഷം രൂപ ഒരു ദിവസം ഇടുള്ളൂ. ഈ 1 ലക്ഷം രൂപ ഇടുന്ന സംഗതി സാധാരണക്കാരും ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താലേ കല്യാണമുള്ളൂ. ഒരു ദിവസം തന്നെ ആഡംബരമായിരിക്കണം. ആ കല്യാണം സ്ത്രീധനം കിട്ടിയതായാലും 2 വർഷം കൊണ്ട് അവസാനിപ്പിക്കും. അവസാനം വീട് തന്തിയും തള്ളിയും വീട് വിറ്റ് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അടി കിട്ടുന്നത് ഭാര്യയ്ക്കായിരിക്കും, പിന്നെ ആത്മഹത്യയായിരിക്കും, അല്ല ഒളിച്ചോട്ടമായിരിക്കും. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ്. ഇത്യാദി ഒട്ടേറെ വിഷയങ്ങളാണ് നമ്മുടെ ലോകത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആ ഒരു കാച്ചേരിയിൽ ഒരു ഗോഡൗണിൽ നിന്ന് പൈസ ഇലക്ഷൻ കാലത്ത് കിറ്റ് പിടിച്ചു. ആ കിറ്റ് പിടിച്ചപ്പോൾ എന്തുണ്ടായി? ഞാൻ കേട്ടു നാട്ടിലിങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ 1-2 പേര് പറഞ്ഞു. അവർ വന്ന് നോക്കി. പക്ഷേ ഇത് പറഞ്ഞത് വേറെ ഒരുത്തിയാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ ജോലി കളഞ്ഞു.
ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ദൈനംദിന പ്രശ്നങ്ങളാണ്. ഞാൻ നോക്കുമ്പോൾ ഓരോ അമ്മമാരും കരയാണ്, ഓരോ കുട്ടികളിലും പ്രശ്നങ്ങളുണ്ട്, കുട്ടികൾക്കും പ്രശ്നമുണ്ട്, അവരുടെ സെക്ഷനിൻ്റെ പ്രശ്നമുണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ അവർ മൊബൈൽ കൂടെ എല്ലാം കാണുകയാണ്. അവർക്ക് ഏറ്റവും നല്ല ഏറ്റവും ഭക്ഷണം കൊള്ളിയോ അല്ലെങ്കിൽ ചോറോ ചേന ഉപ്പേരി നല്ല ഇഷ്ടം, ഏറ്റവും വലിയ സാധനം ചില്ലി എന്താ പേരുകളൊക്കെ ഒരുപാടാണ്. നമ്മുടെ മലയാള പൂട്ടും വടലൊന്നല്ല, വാസ്തവത്തിൽ ഹോങ്കായും ഹിങ്കായും ജപ്പാനീസ് പേരും ചൈനീസ് പേരുകളാണ് അധികം. അവരുടെ ഒക്കെ അജിനമോട്ടോ അവിടെ ചൈനക്കാർക്ക് അധികമായിരിക്കാം, അവർക്ക് ആവശ്യമായിരിക്കും. പക്ഷേ ഇതിവിടെ ആവശ്യമില്ല, ഇവിടെ ടേസ്റ്റിന് വേണ്ടി അജിനമോട്ടോ ചേർക്കും. ഇങ്ങനെ നമ്മുടെ ഭക്ഷണ സമ്പ്രദായം ഹോട്ടലിൽ നോക്കൂ, എന്തെല്ലാം വിഭവങ്ങളാണ്. എല്ലാവരും ഹോട്ടലിലാണ്. ഹോട്ടലിൽ പോകാത്ത ഭർത്താക്കന്മാർക്ക് മോശന്മാരാണ്, കൊക്കോള മേടിച്ചു കൊടുക്കാത്ത അച്ഛന്മാർ കഴിവട്ടവരാണ്. തങ്ങളുടെ 1 ലക്ഷം രൂപ വരെ 10 ലക്ഷം രൂപ വരെ 5 ലക്ഷം രൂപ വരെ 2 ലക്ഷം രൂപ വരെ മോട്ടോർ സൈക്കിൾ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ആ തന്തനാളേലും കൊല്ലണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ചെക്കൻക്കും മയക്കുമരുന്ന് കാശ് ചോദിക്കാണ്ട് അമ്മൂമ്മയായാലും കഴുത്ത് പിടിച്ച് കൊല്ലാണ്. ഇങ്ങനെ അനവധി പ്രശ്നങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ച് ഏറ്റവും അവസാനം തനിക്കൊന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയാണ്. കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത മനുഷ്യനാണ്. ഈ അടുത്ത് ഞാനിത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കണ്ണൂരിൽ തന്നെ ഒക്കെ പാഠ്യം ചടയം ഗോവിന്ദൻ്റെ മകൻ്റെ ഒരു കഥ കേട്ടു. അദ്ദേഹം തൻ്റെ ചടയം ഗോവിന്ദൻ്റെ മകൻ ഇന്ന് ഒരു ടീ ഷോപ്പ് ഇട്ട് നടക്കുകയാണ് കണ്ണൂരിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് തൻ്റെ ഒരു ജോലി കിട്ടിയപ്പോൾ പാട്ടുകാരൊക്കെ എതിർത്തു, സെക്രട്ടറിയുടെ മകന് കൊടുക്കാൻ വേണ്ടി. നല്ലതാണ്, പക്ഷേ അവന് ജോലി കിട്ടിയില്ല. അവൻ ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് ചായക്കട. എന്നാൽ അവസരത്തിൽ ബാക്കിയുള്ളവരുടെ മക്കൾ ഗൾഫിലും വലിയ വലിയ കോർപ്പറേറ്റുകളിലെ മുതലാളിമാരുടെ മാനേജർമാരായി CEO ആയി ഒക്കെ വിരാജിക്കുകയാണ്. ഈ രക്തസാക്ഷികളുടെ പേരും പറയും. രക്തസാക്ഷിയുടെ കുടുംബങ്ങളൊക്കെ പട്ടിണിയിലാണ് പലപ്പോഴും. അവരെ കണ്ണ് അറിഞ്ഞു വരില്ല. ഇപ്പോൾ അല്ലെങ്കിൽ ഈ സുധാകരനെ പോലെ പോകുന്നത് ലീലാ സുധാകരന് മോശമാണ്, പാർട്ടിക്ക് മോശമാണ്. അത് എവിടെ കൊണ്ടെത്തും? അതുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തിക്കുന്ന ആളുകൾ ഉറച്ചു നിൽക്കണം. അത് ചില സ്ഥാനമാനങ്ങൾ നോക്കിയിട്ടല്ല നിൽക്കേണ്ടത്. ഇത് പാർട്ടിക്കാരുടെ മാത്രമല്ല, കോൺഗ്രസ് തല്ലി പഠിക്കും, അവസാനം അത് BJPയിലേക്ക് എത്തിക്കും. ബംഗാൾ പോലെ ഇവിടെ കലാപം നടക്കും, തുരത്തൊടിക്കും. നമ്മുടെ ന്യൂനപക്ഷങ്ങൾ ചിലപ്പോൾ മുസ്ലിം സംഘടനകളും RSSനെ പിന്തുണച്ചിട്ട് വരും, ക്രിസ്ത്യൻ സംഘടനകൾ ഇപ്പോഴേ പിന്തുണയ്ക്കുന്നു. പിന്നെ ആരാണ് പറയുക? മരിക്കാൻ തയ്യാറാവുക എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. മാത്രമല്ല, വരുന്ന തലമുറ ഈ കോർപ്പറേറ്റുകളുടെ മുതലാളിത്തത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് അവരുടെ ആഡംബര അത്യാഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന നമ്മുടെ മേക്കപ്പ് സെറ്റ് നോക്കിയാൽ മതി. എത്ര തരം മേക്കപ്പ് സെറ്റുകളാണ്. സെൻറ്റ് നോക്കിയാൽ മതി. കക്കൂസിക്ക് പോകാൻ സെൻറ്റ്, കല്യാണത്തിന് പോകാൻ സെൻറ്റ്, വീട്ടിൽ പോകാൻ സെൻറ്റ്, പള്ളിയിൽ പോകാൻ സെൻറ്റ്, അവിടേക്ക് പോകാൻ സെൻറ്റ്, ഈ സെൻറ്റ് ആ സെൻറ്റ്, സ്നേഹിക്കുന്ന ആളൊക്കെ പോകാൻ അവരാകർഷിക്കാൻ സെൻറ്റ്, വിയോജിപ്പിക്കാൻ സെൻറ്റ്, ഇങ്ങനെ സെൻറ്റുകളുടെ കുമ്മായം ഒരു പെട്ടി നിറയാണ്. കമ്മലുകളും പച്ചയ്ക്ക് പച്ച, മഞ്ഞയ്ക്ക് മഞ്ഞ, ഇങ്ങനെ വെച്ചു. ഇങ്ങനെ അതുപോലെ എല്ലാ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കൂടി വരികയാണ്. കല്യാണം തന്നെ 10 വരെ, അതിൽ 5 കല്യാണം, മറ്റേ കല്യാണം, മറിച്ച എന്താണ്? എന്നിട്ട് 2 വർഷം, 1 വർഷം, 6 മാസം, 3 മാസം ആകുമ്പോൾ തല്ലി പിരിയാണ്. അവൻ കാപ്പി ചോദിച്ചു, ഞാൻ കൊടുത്തില്ല, അപ്പോൾ ചീത്ത പറഞ്ഞു, അന്നാ നിന്നെ എനിക്ക് വേണ്ട. അല്ലെങ്കിൽ വേറെ തരത്തിൽ ഇതും എന്നിട്ട് സ്വയം 2 പേരും ഉരുകാണ്, അവർ വീട്ടുകാരും ഉരുകാണ്. ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? കുട്ടികളെല്ലാം മയക്കുമരുന്നിന് അടിമപ്പെടുകയാണ്. ഇത് നമ്മൾ കാണാണ്ടിരിക്കണോ? ഇത് കേരളത്തിൽ ഞാൻ പറഞ്ഞു പോയിട്ട് കാര്യം പറഞ്ഞു. തൃശ്ശൂരിൽ തന്നെ സെക്സ് റാക്കറ്റ് ഭയങ്കര ശക്തമായി. ആരെ പറഞ്ഞു? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഉള്ളൂരിൽ കൃത്യമായിട്ട് നടക്കുന്നു. ഇതെല്ലാം എവിടേക്കാണ് എടുക്കുന്നത്? ISIലേക്ക് കൊണ്ടുപോകുന്ന മുസ്ലിം മൗലവാദികളുണ്ട്, ഹിന്ദു തീവ്രവാദികളുണ്ട്, ക്രിസ്ത്യൻ തീവ്രവാദികളുണ്ട്. ഈ അച്ഛന്മാരെല്ലാം ദൈവിക വിളിയൊന്നുമില്ല. പല അച്ഛന്മാർക്കും നല്ല അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൈവം പറയുന്ന, ക്രിസ്തു പറയുന്ന പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ സ്വീകരിക്കാം. പക്ഷേ ഈ ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകാനുള്ള തട്ടിപ്പ് പറഞ്ഞുകൊണ്ട് ഈ അച്ഛന്മാർക്ക് കിട്ടുന്ന അപ്രമാദിത്വം അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ഈ നേതാക്കൾക്ക് അപ്രമാദിത്വം അവസാനിപ്പിക്കണം. വാക്കുകൊണ്ട് വലിയ ഗംഭീരമായി വാചകടിക്കുന്ന നേതാക്കളൊക്കെ തങ്ങളുടെ സുഖിയന്മാരും ചതിയന്മാരുമാണ്. അഴിമതി നടത്തുന്ന നേതാക്കൾ ഏറ്റവും അഴിമതിരഹിതമായ സമൂഹത്തെ സംസാരിക്കുക ഒരു നാണവുമില്ല. അല്ലെങ്കിൽ കടം മേടിച്ച ആളുകൾ, കൊടുക്കാതിരിക്കുന്ന ആളുകൾ വന്നിട്ട് ധൈര്യപൂർവ്വം കടം മേടിച്ചവനെയും കടം കൊടുക്കുന്നവനെയൊക്കെ ചീത്ത പറയുന്നൊരു കാലമാണ്. ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യമുള്ളൊരു കാലത്ത് നമുക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും ഇതിനുള്ളിലും മനുഷ്യത്വമുള്ള മനുഷ്യരുണ്ട് എന്നെൻ്റെ വിശ്വാസം. ഓരോ കഥകളും ഞാൻ അങ്ങനെ അയക്കുന്നത്. ഒരു നായ കഴുത്ത് ഒരു തീറ്റ സാധനം നോക്കിയിട്ടാണ് കോൺക്രീറ്റ് പൈപ്പിൻ്റെ ഉള്ളിൽ കയറ്റ് കിടത്തിയത്. എല്ലാവരും കണ്ടുപോയി. പക്ഷേ ഒരാൾ വന്നു, ആ നായക്കുട്ടിയുടെ ചെവിലെല്ലാം മടക്കി പതുക്കെ വലിച്ചെടുത്തപ്പോൾ മരിക്കേണ്ട നായക്കുട്ടി രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് രംഗത്ത് ഒരുപാട് മനുഷ്യരെ സഹായിക്കുന്നുണ്ട്. എത്രയോ ആളുകൾ നിരാശപ്പെട്ട് ഒരു വാക്കുകൊണ്ട് ആത്മഹത്യയിൽ രക്ഷപ്പെട്ടവരുണ്ട്, സ്വാതന്ത്ര്യം കൊണ്ട് രക്ഷപ്പെടുന്ന അങ്ങനെയും ആളുകളുണ്ട്. ഈ നാട് ഇതെല്ലാം കൂടിയതാണ്. ഇതെല്ലാം കൂടിയതുകൊണ്ട് ഇത് വികസിപ്പിക്കേണ്ടത് മാനവികത, മനുഷ്യത്വത്തിൻ്റെ ഉയർന്ന രൂപങ്ങൾ വരുവാനുള്ള ശ്രമത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരണമെന്നും ഞാൻ ഈ പറഞ്ഞതൊക്കെ ഞാൻ മഹാനായതുകൊണ്ടോ തെറ്റില്ലാത്തവനായിരുന്നോ കരുതരുത്. എനിക്ക്
ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു നാളെ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ എല്ലാവരും അസുഖബാധിതരാണ്. എനിക്കും സംസാരിക്കാൻ പറ്റാത്ത ഒരു അസുഖബാധം വന്നാൽ അതിനു മുമ്പ് പറഞ്ഞു തീർക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ചിരിച്ചു കാണാൻ, എല്ലാവരും സമാധാനത്ത് കാണാൻ, സ്നേഹത്തോട് കൂടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ബ്രേക്കപ്പ് കൊണ്ട്, അല്ല കഷ്ടപ്പാടുകൊണ്ട്, വിവാഹമോചനം കൊണ്ട്, അവരുടെ മാനസംഘർഷം കൊണ്ട് അവരുടെ ആരോഗ്യം കളയാതിരിക്കാൻ, ഊർജ്ജം നശിക്കാതിരിക്കാൻ, നല്ല മക്കളാവാൻ, മിടുക്കരാക്കാൻ, ഭാവി തലമുറയുടെ വലിയ ഉന്നത ശ്രമങ്ങളിൽ എത്തി ഈ ലോകം നന്നാക്കേണ്ട കുട്ടികൾ, നിങ്ങൾ നിരാശപ്പെടരുത്, യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒന്നിച്ച് മുന്നേറൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.